സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ്. AMV എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഗസറ്റ് ഡേറ്റ് വന്നത് 30/5 ആണ്, മെയ് 30 ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസം ഇവർ പറഞ്ഞിട്ടുണ്ട് ജൂലൈ 1 ഇപ്പോൾ കാറ്റഗറി നമ്പർ 26/2026 അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ബേസിക് പേ നമുക്ക് 45,600 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇത് ഡിപ്ലോമക്കാർക്കും എഴുതാമെന്നുള്ളതാണൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സ്കെയിൽ ഓഫ് പേ വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്. വേക്കൻസീസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അത്യാവശ്യം കുറച്ച് വേക്കൻസീസ് ഒക്കെ ഉണ്ടാവും. ഹയർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നിയമനം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം കുറച്ച് നിയമനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് വരുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് നമ്മുടെ 21 to 40 ആണ്. പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി നമുക്ക് ബാക്ക്വേർഡ് ക്ലാസ്സസിന് അല്ലെങ്കിൽ കാസ്റ്റ് റിലാക്സേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ നമുക്ക് കിട്ടും. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതായത് SSLCയോ ഇക്വലൻ്റോ ഉണ്ടാവണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡിപ്ലോമ ഉണ്ടാവണം. ഓക്കെ, ഡിപ്ലോമ എന്ന് പറയുമ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷം കോഴ്സായിരിക്കണം. അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ബോർഡോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടാവണം. ആ കോഴ്സ് പറഞ്ഞിട്ടുണ്ട് ഓട്ടോമൊബൈലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ആണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി ഡിപ്ലോമ അല്ല നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ വേറെ അതിന് പകരം കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് any qualification in either of the above disciplines declared as equivalent to the above diplomas by central government or state government. അപ്പോൾ ഈ മേളിൽ പറഞ്ഞ ഡിസിപ്ലിൻ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇതിന് ഇക്വലൻ്റ് ആണ് അല്ലെങ്കിൽ അതിനേക്കാളും ഹയർ ആയിട്ട് വരുന്ന സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പറഞ്ഞിട്ടുള്ള വേറൊരു ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ BTech ഉള്ളവർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ എടുത്തവർക്കും ഓട്ടോമൊബൈൽ എടുത്തവർക്കും ഇനി ആ ഫീൽഡിൽ തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ളവർക്കും. പക്ഷേ നിങ്ങൾ ഇക്വലൻസി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടാവണം. അടുത്തത് മസ്റ്റ് ഹോൾഡ് എ കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഓതറൈസിങ് ഹിം ടു ഡ്രൈവ് മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ ഈ 3 ലൈസൻസ് നിങ്ങൾക്കുണ്ടാവണം. മോട്ടോർ സൈക്കിളും ഹെവി ഗുഡ്സ് വെഹിക്കിളും ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളും ഇതിൻ്റെ 3ൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. ഓക്കെ, പിന്നെ പറയുന്നതിൽ standing orders is equivalent to a qualification in the specials acceptable by commission in cases where acceptance of equity is provided. അതൊക്കെ ഇക്വലൻസിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. The stages of the last date of application. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ ഒരു ലൈസൻസ് ഉണ്ടാവണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു പൊസസ് എ കറണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ത്രൂ ഔട്ട് ഓൾ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അപ്പോഴും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം, ആ ലൈസൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈസൻസ് ഒക്കെ ചോദിക്കുന്നു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള എലിജിബിലിറ്റി കാര്യം പറഞ്ഞു. ഇത് പോയിട്ട് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, മെയിൽ ഫീമെയിൽ 2 പേർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഫിസിക്കലി ഫിറ്റ് ആവണം. ഹൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മെയിലിന് 165, ഫീമെയിലിന് 152. മെയിലിന് ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററും കൂടെ പറയുന്നുണ്ട് വിത്ത് എ മിനിമം ഓഫ് എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ. ഇത് പക്ഷേ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ, ഫീമെയിൽസിനില്ല കേട്ടോ. SC ST വരുമ്പം ഇത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് 165 മെയിലിനുള്ളത് 160 ആയിട്ട് മാറും. 152 എന്നുള്ളത് 150 ആയിട്ട് ഫീമെയിലിന് മാറും. പിന്നെ അടുത്തൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റാൻഡേർഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിസ്റ്റൻറ്റ് വിഷൻ 6/6 ലെഫ്റ്റ് ഐയിലും അതുപോലെ തന്നെ. പിന്നെ നിയർ വിഷൻ 0.5 ആണ്. ഈച്ച് ഐ മസ്റ്റ് ഹാവ് എ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ. അതായത് രണ്ട് കണ്ണിലും ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ വേണം. ആൻഡ് ഓൾസോ അത് വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം. അതായത് കണ്ണട യൂസ് ചെയ്തവർക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, സ്ക്വിൻറ്റ് ഓർ എനി മോർബിഡ് കണ്ടീഷൻസ് ഓഫ് ഐ, അതായത് കണ്ണിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അപ്പോയിൻമെൻറ്റിന് നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ളൊരു റീസൺ ആയിരിക്കും. അപ്പോൾ കണ്ണിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഫിറ്റ് ആയിരിക്കണം. ആൻഡ് ഈ കണ്ണിന് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ ഓഫീസറിൻ്റെ നിന്ന് സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. ആൻഡ് ആ മെഡിക്കൽ ഓഫീസറിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്
അസിസ്റ്റൻറ്റ് സർജന് താഴെ ആവാൻ പാടില്ല. ഓക്കെ, ആൻഡ് അസിസ്റ്റൻറ്റ് സർജൻ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും? ഒബ്വിയസ്ലി ഓഫ്താൽമോളജി ആയിരിക്കും, ഓർ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഓക്കെ, ഒഫ്താൽമോളജിയിലോ അല്ലെങ്കിൽ സാധാരണ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് സർജൻ പോസ്റ്റിന് മേളിലോട്ടുള്ള ആരിൽ നിന്ന് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സൈൻ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് മേടിക്കാം. ആൻഡ് ഇവർ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇപ്പം മേടിക്കുമല്ലോ, അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പിന്നീട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, വെൻ ദെയർ നമ്മുടെ കമ്മീഷൻ റിക്വയർ ചെയ്യുന്ന പോലെ. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മെഡിക്കൽ ഓഫീസറിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇത് സർട്ടിഫിക്കറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ പറയുന്ന പ്രൊബേഷനും കാര്യങ്ങളും ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്, ജൂലൈ 1 തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് AMVAയുടെ കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓൾ ദി ബെസ്റ്റ് ടു all the aspirants.